ചാരുമൂട്ടിൽ ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് സായാഹ്ന സംഗമം നടത്തിയത്. യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പീയൂഷ് ചാരുമൂട് ഉദ്ഘാടനം ചെയ്തു. ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയോടുള്ള ആസക്തി അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന രാസലഹരി ഉപയോഗത്തിനെതിരെയാണ് ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം സംഘടിപ്പിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായായിരുന്നു ലഹരി വിരുദ്ധ സായാഹ്ന സംഗമം. ചാരുമൂട്ടിൽ സംഘടിപ്പിച്ച പരിപാടി യൂത്ത് വിംഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പീയൂഷ് ചാരുമൂട് ഉദ്ഘാടനം ചെയ്തു. ഈ രാസലഹരിക്കെതിരെ ഉള്ള സമരത്തിൽ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന വലിയ ബൃഹത്തായ പദ്ധതിയിൽ ആ സമരത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടൊപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആ സമരത്തിൽ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് വി വിഷ്ണു അധ്യക്ഷത വഹിച്ചു. അവരുടെ യൗവനത്തിന്റെ ആ അതിപ്രസരത്തെ ആവേശത്തെയൊക്കെ പല രീതിയിലും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനോനിലയെ താളം തിരിച്ചുകൊണ്ട് അവരെ ഈ സമൂഹത്തിന് എതിരായി മാറ്റിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇന്നത്തെ യൗവനത്തെ ഇന്നത്തെ തലമുറയെ ചൂക്കെ എന്ന് ആവിഷ്കരിച്ചുകൊണ്ട് പല പോസ്റ്റുകളും വരുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ അത്തരത്തിൽ ഇന്നത്തെ ഈ തലമുറയെ മാറ്റിയത് ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും സമരങ്ങളും ഒക്കെ നിരവധി നമ്മൾ കാണുന്നുണ്ട്, ഇനി മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇനി അത്തരം പരിപാടി നടത്തുമ്പോൾ അതിനോടൊരു ആത്മാർത്ഥത ഉണ്ടായില്ലെങ്കിൽ ഈ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന നാടിനെ ജയിക്കാൻ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് പോലും ആവാത്ത സ്ഥിതി വരും. ലഹരി വിരുദ്ധ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ പരിപാടികളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി വേണം ഇനി വരുന്ന നാളുകൾ അതിൽ ഇടപെടലുകൾ നടത്തുവാൻ. ഇവിടുത്തെ സ്കൂളുകളിലും കോളേജ് ക്യാമ്പസുകളിലുമാണ് ഇതിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഈ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള SFIയും KSUവും AVP പോലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ ഒരു കൃത്യമായ ഇടപെടലുണ്ടായാൽ, ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്, SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകളോ നാളെ ഈ കേരളത്തിലെ ക്യാമ്പസുകളിലോ സ്കൂളുകളിലോ ലഹരി കച്ചവടം അല്ലെ ലഹരി ഉപയോഗം നടത്തുവാൻ അനുവദിക്കില്ല എന്ന ആത്മാർത്ഥമായ ഒരു സ്റ്റെപ്പ് എടുത്താൽ, ഒരു തീരുമാനമെടുത്താൽ ഈ കേരളത്തിലെ ലഹരിയുടെ ഉപയോഗം അല്ലെ രാസലഹരിയുടെ പ്രചരണവും ഉപയോഗവും 90% നിർത്താൻ സാധിക്കും. നൂർനാട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജി സജികുമാർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. യുവാക്കളെയും കുട്ടികളെയും പുതുതലമുറയിൽ പെട്ട ഒരാളിനെ പോലും ലഹരിയുടെ വഴിയിലേക്ക് വിടാതിരിക്കാനുള്ള അതിന്റെ ദോഷഫലങ്ങളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ചേർത്ത് പിടിക്കാനുള്ളത്. 2, ലഹരിയിൽ പെട്ടുപോയവരെ അതൊരു മാനസികമോ ശാരീരികമായ രോഗാവസ്ഥയാണെന്നും അതിന് ചികിത്സയും കൗൺസിലിംഗുമാണ് അനിവാര്യമെന്നും അങ്ങനെയുള്ളവരെ ആട്ടിപ്പായിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ അകറ്റി നിർത്തുകയോ അല്ല ചെയ്യേണ്ടതെന്നും കൂട്ടം തെറ്റിപ്പോയ കുഞ്ഞാടുകളെ കണ്ടെത്തി കൂട്ടത്തിലേക്ക് എത്തിക്കുന്ന നല്ല ഇടയനായി വർത്തിക്കുക എന്നുള്ളതായിരിക്കണം വിമുക്തി മിഷന്റെ പ്രവർത്തകരുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്നുമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് ഇതിൽ പെട്ടുപോയവർക്കുള്ള അതിൽ തിരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവർക്കുള്ള റിഹാബിലിറ്റേഷൻ പൂർണ്ണമായ പുനരധിവാസ സംവിധാനം അല്ലെങ്കിൽ തന്നെയും അവരെ തുടർന്നുള്ള ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവരെ വീണ്ടും ആ കയറ്റിലേക്ക് വിടാതിരിക്കാനുള്ള ചേർത്ത് പിടിക്കൽ തന്നെയാണ് വിമുക്തി മിഷന്റെ 3 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഗിരീഷമ്മ, മണിക്കുട്ടൻ ഈശോപ്പി, MR രാമചന്ദ്രൻ, ബാബു സരസ്വതി, ദിവാകരൻ നായർ, സുകുമാരൻ നായർ, D തമ്പാൻ, അജികുമാർ, ബിജു സൈമൺ, ഇസ്മയിൽ, നിസാം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.